ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഒരു പ്രാർത്ഥനയ്ക്ക് നന്ദി. നമ്മൾ ഓരോ ആഴ്ചയിലും ചെയ്യുന്നത് പോലെ നമ്മുടെ ടാബർനാക്കിൾ സ്റ്റഡി ഇവിടെ കണ്ടിന്യൂ ചെയ്യുകയാണ്. നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച കാര്യങ്ങളെ കുറിച്ച് ക്വിക്ലി ആർക്കെങ്കിലും ഓർക്കുന്നത് പറയാൻ പറ്റുമോ? We discussed about the outfits of the priests. Okay. അപ്പം പുരോഹിതന്റെ വേഷത്തെ സംബന്ധിച്ച് നമ്മൾ ഒന്ന് ജനറൽ ആയിട്ട് ചിന്തിച്ചു. പിന്നെ അതിനുശേഷം നമ്മൾ ലിനൻ കോട്ടിനെ സംബന്ധിച്ചും അതുപോലെ തന്നെ അണ്ടർ ഗാർമെന്റ്സിനെ സംബന്ധിച്ചുമാണ് കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത്. ഇനിയും ഇന്നത്തെ പാഠം നമ്മൾ ഇവിടെ ഈ ബുക്കിന്റെ 292 പേജിൽ നിന്ന് തുടങ്ങുകയാണ്. അപ്പം ഇന്നത്തെ ലെസൺ തുടങ്ങുന്നത് അപ്പോൾ ബ്ലൂ റോബിനെ സംബന്ധിച്ച് പറഞ്ഞുകൊണ്ടാണ്. അപ്പൊ നമ്മുടെ ഇന്നത്തെ ലെസണിലേക്ക് വരാം. ഇതിനെ നമുക്ക് തുടക്കത്തിൽ വായിക്കാനുള്ള വാക്യം പുറപ്പാട് 28-ാം അധ്യായത്തിന്റെ 31 മുതൽ 35 വരെ വാക്യങ്ങൾ. അത് ആദ്യമേലേക്ക് എടുക്കുന്നവർക്ക് വായിക്കാം. ഏഫോദിന്റെ അങ്കി മുഴുവനും നീല നൂൽ കൊണ്ട് ഉണ്ടാക്കണം. അതിന്റെ നടുവിൽ തല കടപ്പാൻ ഒരു ദ്വാരം വേണം. ദ്വാരത്തിന് നെയ്ത്ത് പണിയായ ഒരു നാട ചുറ്റിലും വേണം. അത് കീറിപ്പോകാതിരിപ്പാൻ കവചത്തിന്റെ ദ്വാരം പോലെ അതിന് ഉണ്ടായിരിക്കണം. നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ എന്നിവ കൊണ്ട് ചുറ്റും അതിന്റെ വിളുമ്പിൽ മാതളപ്പഴങ്ങളും അവയുടെ ഇടയിൽ ചുറ്റും പൊന്നുകൊണ്ട് മണികളും ഉണ്ടാക്കണം. അങ്കിയുടെ വിളുമ്പിൽ ചുറ്റും ഒരു പൊന്മണി, ഒരു മാതളപ്പഴം, ഒരു പൊന്മണി, ഒരു മാതളപ്പഴം എന്നിങ്ങനെ വേണം. ശുശ്രൂഷ ചെയ്യുകയിൽ അഹരോൻ അത് ധരിക്കണം. യഹോവയുടെ മുമ്പാകെ വിശുദ്ധ മന്ദിരത്തിൽ കടക്കുമ്പോഴും പുറത്തു വരുമ്പോഴും അവൻ മരിക്കാതിരിക്കേണ്ടതിന് അതിന്റെ ശബ്ദം കേൾക്കണം. ഓക്കെ, താങ്ക് യു. അപ്പം ഈ വാക്യത്തിൽ നിന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട 3 കാര്യങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് മെയിനായിട്ട് ഇവിടെ ആദ്യത്തെ പാഠമായിരിക്കുന്നത് ഈ നീല അങ്കിയാണ്. അങ്കി അത് ഇവിടെ പിക്ചറിൽ കാണുന്നത് പോലെ ഈ ഒരു പീസാണ് നമുക്ക് ഇവിടെ നീല അങ്കി എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിനെ വിശേഷിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതിന്റെ അടിവശത്തായിട്ട് ഈ തരത്തിൽ പോമഗ്രാനറ്റ് എന്ന ഫ്രൂട്ടിന്റെ ഷേപ്പിൽ നൂലുകൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന പോമഗ്രാനറ്റ്, അതുപോലെ തന്നെ അതിനിടയ്ക്കായിട്ട് ഗോൾഡൻ ബെല്ല് എന്ന നിലയിൽ ഉണ്ടാക്കിയിരിക്കുന്നത്. അത് ഈ കാര്യങ്ങളാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. അപ്പം ഇതൊക്കെയാണ് നമുക്ക് ഇന്നത്തെ പാഠത്തിൽ ചിന്തിക്കാനായുള്ള കാര്യങ്ങൾ. അപ്പം ഈ 3 കാര്യങ്ങളെ കുറിച്ച് നമുക്ക് ആദ്യമേ ചിന്തിക്കാം. അപ്പം ഈ നീല അങ്കി എന്ന് പറയുന്നത് എന്തിനെ കാണിക്കുന്നു? ആദ്യമേ തന്നെ നമ്മൾ പിക്ചർ കാണുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ പുരോഹിതന്റെ വേഷത്തെ കുറിച്ച് മനസ്സിലാക്കുമ്പോൾ അതിന് പല ലെയറുകളുണ്ട്. അപ്പം ഒന്നിന് മുകളിലായിട്ട് ധരിക്കേണ്ടതായിരിക്കുന്ന വിധത്തിലാണ് പുരോഹിതന്റെ വേഷം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം ഏറ്റവും അടിയിൽ അണ്ടർ ഗാർമെന്റ്സ്, അതിന് മുകളിലാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ച ലിനൻ കോട്ട്. അപ്പം അതിന് വെള്ള കളറായിരുന്നു. അതിന് മുകളിൽ ധരിക്കുന്നതാണ് ഈ പിക്ചറിൽ കാണുന്നതായിരിക്കും നീലാങ്കി. അപ്പം ഈ വിധത്തിലാണ് അതിന്റെ ആ ഒരു ഓർഡർ. അപ്പം ഈ നീല അങ്കി എന്തിനെ കാണിക്കുന്നു? നീല എന്ന കളറ് ഈ ടാബർനാക്കിളുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് നീല എന്ന കളർ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു എന്നത്. വിശ്വസ്തതയാണ് നീല
കളർ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഈ നീല അങ്കി റെപ്രസെന്റ് ചെയ്യുന്നത് ഈ മഹാപുരോഹിതന്റെ വിശ്വസ്തതയാണ്. അപ്പം തൻ്റെ മഹാപുരോഹിതൻ ഒരു വിശ്വസ്തനായിരിക്കുന്ന, തൻ്റെ വേലയിൽ വിശ്വസ്തനായിരിക്കുന്ന ഒരു മഹാപുരോഹിതൻ എന്ന ആ ഒരു നിലയിൽ വിശ്വസ്തനായിരിക്കുന്ന, ഏതു വിധത്തിലും നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. പക്ഷെ വിശ്വസ്തത എന്നതിനെ സംബന്ധിച്ചാണ് നമ്മളിവിടെ പഠിക്കുന്നത്. അപ്പം ഈ മഹാപുരോഹിതന്റെ വിശ്വസ്തതയെയാണ് ഈ നീലയങ്കി റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് ഈ പോമഗ്രാനൈറ്റ്, അത് എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഈ പോമഗ്രാനൈറ്റ് നമുക്ക് ഈ ക്ലോസപ്പ് പിക്ചറിൽ കാണാൻ ഇവിടെ താഴെയായിട്ട് ഇതുപോലെ പോമഗ്രാനൈറ്റിന്റെ ഷേപ്പിൽ നൂല് കൊണ്ട് ഉണ്ടാക്കിയിട്ട് അതിനിടയ്ക്കായിട്ട് ഈ സ്വർണത്താൽ ഉണ്ടാക്കിയിരിക്കുന്ന ബെല്ല്, ഈ വിധത്തിലാണ് ഈ അങ്കിയുടെ അടിഭാഗത്തായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പം ഈ പോമഗ്രാനൈറ്റ് എന്തിനെ കാണിക്കുന്നു എന്നതിനെ സംബന്ധിച്ചാണ് ഇനി അടുത്ത് നമ്മൾ ചിന്തിക്കുന്നത്. ഈ പോമഗ്രാനൈറ്റ് എന്ന് പറയുന്ന ഫ്രൂട്ട്, അതിനെക്കുറിച്ച് കുറച്ച് നമ്മൾ പെട്ടെന്നൊന്ന് ഒരു ഹിസ്റ്റോറിക്കലായി ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടെ ഇതിന്റെ ഒരു ആശയം നമുക്ക് വെളിപ്പെടും. പോമഗ്രാനൈറ്റ് എന്ന് പറയുന്നത് വളരെ അന്നത്തെ കാലത്ത്, ഈ ഇസ്രായേൽ ജീവിച്ചിരുന്ന അന്നത്തെ കാലത്ത് ദൈവം കൽപ്പിക്കുന്ന ആ ഒരു സമയത്ത് പോമഗ്രാനൈറ്റ് എന്ന് പറയുന്ന ഫ്രൂട്ട് വളരെ ചോയ്സ് ആയിരിക്കുന്ന ഒരു ഫ്രൂട്ടാണ്. എന്ന് പറഞ്ഞാൽ അത് എളുപ്പത്തിൽ അവർക്ക് ലഭ്യമായിരുന്ന ഒന്നല്ല. അപ്പം വളരെയധികം അപൂർവമായി അവർക്ക് ലഭിച്ചിരുന്നതും, മിക്കവാറും അങ്ങനെ നമ്മൾ ചിന്തിക്കുമ്പോൾ സാധാരണ രാജാക്കന്മാർക്കൊക്കെയും മാത്രം അവർ ഉപയോഗിക്കാനായി അവസരം ഉണ്ടായിരുന്നതായിരിക്കണം പോമഗ്രാനൈറ്റ്. പക്ഷെ നമ്മൾ ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ ഒരു ഏൻഷ്യൻ ടൈമിൽ പോമഗ്രാനൈറ്റ് എന്ന് പറയുന്നത് ആ ഒരു ചോയ്സ് ഫ്രൂട്ട് ആയിട്ടാണ് കണക്കിട്ടിരുന്നത്. അതുപോലെ തന്നെ പല ഏൻഷ്യന്റ് ആൻഡ് ക്ലാസിക്കൽ റൈറ്റേഴ്സ് ഒക്കെയും പോമഗ്രാനൈറ്റെ കുറിച്ച് അതിനെ പ്രൈസ് ചെയ്തുകൊണ്ട് പല എഴുത്തുകളിലും എഴുതിയിട്ടുണ്ട്. അപ്പം ഹിസ്റ്റോറിക്കലി നോക്കുമ്പോൾ പോമഗ്രാനൈറ്റ് എന്ന് പറയുന്നത് വളരെ ഒരു ഉയർന്ന കാഴ്ചപ്പാടിൽ നിന്ന്, അല്ലെങ്കിൽ മനുഷ്യരുടെ കാഴ്ചപ്പാടിൽ ഒരു ഉയർന്ന സ്ഥാനം ഉണ്ടായിരുന്ന ഒരു ഫ്രൂട്ട് ആയിരുന്നു പോമഗ്രാനൈറ്റ്. അപ്പം ആ വിധത്തിൽ ഒരു ചോയ്സ് ഫ്രൂട്ട് ആയിരിക്കെ ഇത് കാണിക്കുന്നത് എന്തിനെയാണ്? ഈ ആത്മീയമായി ചിന്തിക്കുമ്പം ഈ മഹാപുരോഹിതനുമായുള്ള ബന്ധത്തിൽ എന്താണ് ഇത് റെപ്രസെന്റ് ചെയ്യുന്നത്? അത് കാണിക്കുന്നത് ഈ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ, ആത്മീയമായി ചിന്തിക്കുമ്പോൾ നിഴലിലുള്ള മഹാപുരോഹിതൻ പൊരുളിൽ ക്രിസ്തുവിനെ കാണിക്കുന്നു. ക്രിസ്തു എന്ന മഹാപുരോഹിതൻ തൻ്റെ ശുശ്രൂഷ വേലയിൽ, എന്ന് പറഞ്ഞാൽ താൻ ഒരു മറുവില യാഗമായി മരിക്കുന്ന, അല്ലെങ്കിൽ മറുവിലയായി തീരാനായി താൻ ചെയ്ത ആ ഒരു വേലയുടെ അതിന്റെ സക്സസ്, അല്ലെങ്കിൽ അതിന്റെ ഫ്രൂട്ട്ഫുൾനെസ്സിനെയാണ് അത് കാണിക്കുന്നത്. അപ്പം പോമഗ്രാനൈറ്റ് എന്ന് പറയുന്ന ഒരു ഫലമാണ്. അപ്പം ക്രിസ്തുവിന്റെ ആ വീണ്ടെടുപ്പിൻ വേല എന്ന് പറഞ്ഞാൽ താൻ വീണ്ടെടുപ്പുകാരനായി തീരാൻ താൻ ഏറ്റെടുത്ത വേലയുടെ ഫലത്തെയാണ് ഈ പോമഗ്രാനൈറ്റ് കാണിക്കുന്നത്. അപ്പം ഈ വിധത്തിലാണ് നമുക്ക് പോമഗ്രാനൈറ്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനിയും അടുത്ത ഒരു സിംബലായി നമുക്ക് ഇവിടെ ഇരിക്കുന്നത് ഈ സ്വർണ്ണ മണികളാണ്, ഗോൾഡൻ ബെൽസ്. അപ്പം ഈ ഗോൾഡൻ ബെൽ എന്തിനെ റെപ്രസെന്റ് ചെയ്യുന്നു? ഒരു കാര്യം നമുക്ക് ഇവിടെ ശ്രദ്ധിക്കാനായി ഉള്ളത്, ഈ ഗോൾഡൻ ബെല്ല് ഈ പോമഗ്രാനൈറ്റിന്റെ നടുവിലായി വരും. എന്ന് പറഞ്ഞാൽ ഓരോ പോമഗ്രാനൈറ്റിന്റെയും നടുവിലായിട്ട് ഒരു ഗോൾഡൻ ബെല്ലുണ്ട്. അപ്പം ഈ പോമഗ്രാനൈറ്റുമായിട്ട് വളരെ തൊട്ടടുത്തിരിക്കുന്ന ഒന്നാണ് ഈ ഗോൾഡൻ ബെൽ. അപ്പം ആ പ്രോക്സിമിറ്റി വളരെ അടുത്താണ്. അപ്പം അത് നമുക്ക് ഇവിടെ വിശേഷമായിട്ട് ചിന്തിക്കാനുള്ള ഒരു കാര്യമാണ്. അപ്പം ബെല്ല് എന്തിനെ കാണിക്കുന്നു? ബെല്ല് സാധാരണ എന്തിനാണ് ഉപയോഗിക്കുന്നത്? സാധാരണ നാട്ടിലൊക്കെ പശുവിന്റെ ഒക്കെയും കഴുത്തിന് ചുറ്റും മണി കെട്ടും, അല്ലെങ്കിൽ പൂച്ചയ്ക്ക് മണി കെട്ടും എന്നൊക്കെയും പറയുന്നതായിട്ട് നമുക്കറിയാം. അപ്പൊ ഇത് സാധാരണ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത്?
ഒന്നിന്റെ പ്രസൻസ് അനൗൺസ് ചെയ്യാനാണ്. അപ്പം നമുക്ക് ആ ഒരു അറ്റൻഷൻ ലഭിക്കാനായാണ് സാധാരണ മണി ഉപയോഗിക്കുന്നത്, ബെല്ല് ഉപയോഗിക്കുന്നത്. അപ്പം ഈ നിലയിൽ ഈ ബെല്ല് മഹാപുരോഹിതന്റെ ഈ നീല അങ്കിയിന്മേൽ ഉണ്ടാക്കിയിരിക്കുന്ന ഈ ബെല്ലിന്റെ ഈ മണിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് അത് ഈ പോമഗ്രാനറ്റിലേക്ക് അത് മനുഷ്യരുടെ അറ്റൻഷൻ തിരിക്കുവാനായാണ് ഈ മണി ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ ഉപയോഗം അതാണ്. അപ്പം അതിന്റെ ആത്മീയ വശത്തിലേക്ക് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്രിസ്തു തൻ്റെ ഗ്ലോറിയിലും തൻ്റെ ആ ബ്യൂട്ടിയിലും താൻ മനുഷ്യർക്ക് പ്രത്യക്ഷനാകുമ്പോൾ എന്ന് പറയുമ്പോൾ ക്രിസ്തു എന്നിവിടെ നമ്മൾ മനസ്സിലാക്കുന്നത് ക്രിസ്തു ശരീരവും സഭയും കൂടെ കൂടിച്ചേരുന്നതാണ്. അപ്പം പൊതുലോകത്തിന് തൻ്റെ ആ ഒരു സ്വർഗീയമായിരിക്കുന്ന അവസ്ഥ, ആ അമൃത പ്രകൃതിയും അതിൻ്റെതായിരിക്കുന്ന ഗ്ലോറിയും ബ്യൂട്ടിയും ഈ പൊതുലോകത്തിന് വെളിപ്പെടുന്ന കാലത്ത് അത് കണ്ണിനാൽ ഉണ്ടാകുന്ന ആ ഒരു കാഴ്ചയല്ല, പക്ഷെ അതൊരു ഇൻഡയറക്റ്റ് ആയിരിക്കുന്ന അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനെയാണ് ഇത് ഉദ്ദേശിക്കുന്നത്. അപ്പം ആ തരത്തിൽ ഈ ക്രിസ്തു പൊതുലോകത്തിന് വെളിപ്പെടുമ്പോൾ ഈ ആ ഒരു വെളിപ്പെടൽ ശ്രദ്ധ തിരിക്കുന്നത് ക്രിസ്തുവിന്റെ റാൻസം വർക്കിലേക്കാണ്. എന്ന് പറഞ്ഞാൽ ക്രിസ്തു അവർക്ക് വേണ്ടി മറുബലിയായി മരിച്ചു എന്നതാണ് ഈ ക്രിസ്തുവിന്റെ വെളിപ്പെടൽ. അവരുടെ ശ്രദ്ധ അതിലേക്കാണ് ക്രിസ്തുവിന്റെ വെളിപ്പെടുത്തൽ ശ്രദ്ധ തിരിക്കുന്നത്. അത് മനസ്സിലായില്ലെങ്കിൽ പറയാം. ക്രിസ്തുവിന്റെ മറുവിലായാഗത്തിന്റെ ഫലമാണ് ക്രിസ്തുവിന്റെ മറുവിലായാഗത്തിന്റെ ഫലമാണ് ഈ പോമഗ്രാനറ്റ് എന്ന് നമ്മളിവിടെ പറഞ്ഞു. അപ്പം ഈ പോമഗ്രാനറ്റിലേക്കാണ് ഈ ബെല്ല് മനുഷ്യരുടെ ശ്രദ്ധ തിരിക്കുന്നത്. അപ്പം ഈ ബെല്ല് കാണിക്കുന്നത് അത് സ്വർണത്താലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ബെല്ല് സാധാരണ ശ്രദ്ധയെ പിടിച്ചു പറ്റുന്ന, അല്ലെങ്കിൽ ശ്രദ്ധയെ ഒന്നിലേക്ക് തിരിക്കാനായിട്ട് ഉപയോഗിക്കുന്ന ഒന്നാണ്. അപ്പം ഈ രണ്ട് കാര്യങ്ങൾ വെച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ സ്വർണം കാണിക്കുന്നത് അമർത്യ പ്രകൃതിയെയും, അപ്പം ക്രിസ്തുവിന്റെ മറുവിലാ യാഗത്തിലേക്കാണ് മനുഷ്യരുടെ ശ്രദ്ധ തിരിക്കപ്പെടുന്നത്. എപ്പോൾ ക്രിസ്തു ഈ അമർത്യ പ്രകൃതിയിൽ പൊതുലോകത്തിന് വെളിപ്പെടുമ്പോൾ അത് ഉണ്ടാകുന്നത്, അത് സംഭവിക്കുന്നത് എപ്പോഴാണ്? അത് മില്ലേനിയത്തിൽ മനുഷ്യർക്ക് ക്രിസ്തുവിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ക്രിസ്തു എന്ന് പറയുമ്പോൾ ശരീരവും തലയും ചേരുന്ന ക്രിസ്തുവിനെ മനുഷ്യർക്ക് പൊതുലോകത്തിന് വെളിപ്പെടുന്നത് എങ്ങനെയാണ്? അത് കണ്ണിന്റെ കാഴ്ചയാലല്ല, പക്ഷെ ആ ഒരു ഇൻഡയറക്റ്റ് ആയിരിക്കുന്ന ഒരു നിലയിലാണ് പൊതുലോകം മനസ്സിലാക്കുന്നത്. ആ ഒരു സന്ദർഭത്തിൽ ക്രിസ്തുവിനെ സംബന്ധിച്ച് പൊതുലോകം മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ ആ ഒരു വെളിപ്പെടുത്തൽ അവരുടെ ശ്രദ്ധ തിരിക്കുന്നത് ഇതിലേക്കാണ്. ക്രിസ്തു അവർക്ക് വേണ്ടി മറുവിലയായി മരിച്ചു എന്ന വസ്തുതയിലേക്കാണ് അവരുടെ ശ്രദ്ധ തിരിക്കപ്പെടുന്നത്. അപ്പം ഈ ഒരു ആശയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. കുറച്ചുകൂടെ ക്ലിയർ ആയോ? ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ അവസാനം ചോദ്യങ്ങൾ ചോദിക്കാം.
അപ്പൊ അടുത്ത പോയിന്റിലേക്ക് വരാം. പോമഗ്രാനറ്റ് എന്ന വൃക്ഷത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ വളരെ ഇൻട്രീഗിങ് ആയിരിക്കുന്ന ഒരു ആശയമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമുക്ക് പോമഗ്രാനറ്റിനെ കുറിച്ച് പഠിക്കുമ്പോൾ അതിന് ഏറ്റവും ആദ്യമേ നമുക്ക് ഈ പിക്ചറിൽ കാണാൻ കഴിയുന്നത് പോലെ ഈ തരത്തിലുള്ള, ഇവിടെ ക്ലിയർ ആണോ എന്നറിയത്തില്ല, നമുക്ക് ഈ മുട്ട് പോലെ തോന്നുന്ന തരത്തിലാണ് അതിന്റെ ആദ്യത്തെ സ്റ്റേജ്. ഈ മൊട്ടാണ് പിന്നെ ഈ ഫ്ലവർ ആയിത്തീരുന്നത്. അപ്പം ഈ മൊട്ട് വിടർന്ന് ഈ തരത്തിൽ വിടർന്ന് അത് ഫ്ലവർ ആയിത്തീരും. അപ്പം ഫ്ലവർ ആയി തീർന്നതിന് ശേഷമാണ് അത് ഈ തരത്തിൽ പോമഗ്രാനറ്റ് ആയിത്തീരുന്നത്. അപ്പം ഈ ബെല്ല് പോലെ കാണുന്നതാണ് ഈ ഗോൾഡൻ ബെല്ലിന്റെ ഷേപ്പ് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പം ഈ ഫ്ലവറിന്റെ ഷേപ്പ് ഈ തരത്തിൽ ഒരു ബെല്ല് പോലെയാണ്, നമുക്കിവിടെ കാണാം ഒരു ബെല്ല് പോലെയാണെന്ന്. അപ്പം ഇത് ഫുള്ളി ബ്ലൂം ചെയ്തതിന് ശേഷമാണ് അത് പോമഗ്രാനറ്റ് ആയിത്തീരുന്നത്. അപ്പം അത് ഈ നിലയിൽ നിന്ന് ഈ നിലയിലാവും, പിന്നെ ഈ നിലയിൽ നിന്ന് ഈ നിലയിലാവും, അത് ഈ നിലയിൽ നിന്ന് ഇങ്ങനെയാവും, പിന്നെ ഇങ്ങനെയാവും, പിന്നെ അവസാനം അത് ഈ തരത്തിൽ ഒരു പോമഗ്രാനറ്റ് ആയിത്തീരും. അപ്പം ഇതാണ് സാധാരണ ഒരു ജനറൽ ആയിട്ട് പറയുമ്പോൾ ഈ പോമഗ്രാനറ്റിന്റെ ഗ്രോത്ത് പ്രോഗ്രഷൻ. അപ്പം മെയിൻ ആയിട്ട് പോമഗ്രാനറ്റിന് ചില ഭാഗങ്ങളുണ്ട്. ഒന്ന് ഇവിടെ പറയുന്നത് പോലെ റെഡ് ഗ്ലോബിയോസ് എന്നുള്ളതാണ് അതിന്റെ ബൊട്ടാനിക്കൽ ഐ ഗസ് ടേം. അപ്പം ഇത് ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അതിന്റെ ഫലത്തെയാണ്, ഈ തൊലിക്ക് ഉള്ളിലുള്ള ഫലത്തെയാണ്. അപ്പം ഈ ഫലം അതിന് ഈ ഒന്നെങ്കിൽ വൈൻ കളർ എന്ന് പറയാം, അല്ലെങ്കിൽ റെഡ് കളർ എന്ന് പറയാം. അപ്പം അതിനകത്താണ് അപ്പൊ ആ ഒരു സീഡിനെ ചുറ്റിപ്പറ്റുന്ന ഫ്ലഷ്, ഇതെല്ലാം കൂടെ കൂടി ചേരുന്നതാണ് ഈ റെഡ് ഗ്ലോബിയോസ് എന്ന് പറയുന്നത്. അപ്പം മനുഷ്യർ സാധാരണ ഭക്ഷിക്കുന്നത് ഈ തൊലിക്കുള്ളിലുള്ള ആ റെഡ് ഗ്ലോബിയോസ് ആണ്. അപ്പം ഈ റെഡ് ഗ്ലോബിയോസിന്റെ രണ്ട് ഭാഗമാണ് സീഡും പിന്നെ അതിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഈ ഫ്ലഷ്, വൈൻ കളേർഡ് ജ്യൂസ് അല്ലെങ്കിൽ ഫ്ലഷ്. അപ്പം ആ നിലയിൽ നമുക്ക് അതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കാം. അപ്പം ഈ സീഡ് റെപ്രസെന്റ് ചെയ്യുന്നത്, സാധാരണ ഒരു വൃക്ഷത്തിന്റെ സീഡ് റെപ്രസെന്റ് ചെയ്യുന്നത് അതിന്റെ അടുത്ത ജനറേഷനെയാണ്, നെക്സ്റ്റ് ജനറേഷനെയാണ് സീഡ് സാധാരണ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ആ നിലയിൽ തന്നെ നമുക്ക് സ്വാഭാവികമായിട്ട് ഈ പോമഗ്രാനറ്റിന്റെ സീഡ് റെപ്രസെന്റ് ചെയ്യുന്നത് അടുത്ത ജനറേഷനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഈ സീഡിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഈ ഫ്ലഷ്, അതിന് റെഡ് കളർ ആണെന്ന് പറയുന്നു. ഈ ഫ്ലഷ് ആണ് നമ്മൾ സാധാരണ കഴിക്കുന്നത്. എന്നിട്ട് സീഡിനെ സാധാരണ തുപ്പിക്കളയുകയാണ് ചെയ്യുന്നത്. അപ്പം ആ നിലയിൽ ആ വൈൻ കളേർഡ് ജ്യൂസ് അല്ലെങ്കിൽ ഫ്ലഷ്, റെഡ് കളേർഡ് ഫ്ലഷ്, ഇത് റെപ്രസെന്റ് ചെയ്യുന്നത് റാൻസത്തിന്റെ ബ്ലഡിനെയാണ്. അപ്പം ഇവിടെ നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന ആശയം? നമുക്കിവിടെ കാണാൻ കഴിയുന്ന ആശയം എന്ന് പറയുന്നത് ഈ അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് അത് പൊതുലോകത്തെയാണ്, മില്ലീനിയത്തിൽ വരാനിരിക്കുന്ന പൊതുലോകത്തെയാണ് അടുത്ത ജനറേഷൻ ആയിട്ട്, ഈ സീഡായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ സീഡ് പൊതുലോകമാണെങ്കിൽ, അടുത്ത ജനറേഷൻ പൊതുലോകമാണെങ്കിൽ, അവര് സറൗണ്ട് ചെയ്തിരിക്കുന്ന ഈ ഫ്ലഷ്, റെഡ് കളറിലുള്ള ഫ്ലഷ് എന്തിനെ കാണിക്കുന്നു? അത് കാണിക്കുന്നത് റാൻസത്തെയാണ്, റാൻസത്തിന്റെ ബ്ലഡിനെയാണ്. അപ്പം ഇത് കാണിക്കുന്നത് നാച്ചുറലി അടുത്ത ജനറേഷൻ എന്ന് പറയുന്നത് വേൾഡ് ഓഫ് മാൻകൈൻഡ്, പൊതുലോകത്തിനെ ആ വീണ്ടെടുപ്പിൻ വേലയിലേക്ക്
കൊണ്ടുവരുന്നത് അല്ലെങ്കിൽ ആ വീണ്ടെടുപ്പിലേക്ക് കൊണ്ടുവരുന്നത് ഈ മഹാപുരോഹിതന്റെ രക്തമാണ് എന്നുള്ളതാണ്. അപ്പം ഈ രക്തത്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ഈ ഒരു പുതിയൊരു ജീവൻ ലഭിക്കുന്നത് എന്നുള്ള ആശയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് ഈ പോമഗ്രാനറ്റിന്റെ സീഡ് എന്ന് പറയുമ്പം ഈ കാലക്സ് എന്ന് പറയുന്ന ഈ ഭാഗം, ഈ കാലക്സ് എന്ന് പറയുന്നത് ഈ ഫ്ലവറെ നോക്കുമ്പം നമുക്ക് അതിന്റെ ഈ ഭാഗമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഭാഗമാണ് ശരിക്കും ഈ ഔട്ടർ സ്കിൻ ആയിട്ട് തീരുന്നത്. അപ്പം ഈ ഭാഗത്തിന് കാലക്സ് എന്ന് പറയും. അത് ഈ പോമഗ്രാനറ്റ് ഫുള്ളി മച്യൂർ ആവുമ്പം കാലക്സ് എന്ന് പറയുന്നത് ഈ ഭാഗം മാത്രമാണ് ശേഷിക്കുന്നത്. ഈ ശേഷിക്കുന്ന ഭാഗമാണ് കാലക്സ്. അത് അതിന്റെ മുമ്പിലത്തെ സ്റ്റേജുകളിൽ അതായിരുന്നു മെയിൻ ആയിട്ട് ഇതിന്റെ ഔട്ടർ ഷെൽ. ഈ കാണുന്നത് കാലക്സ് ആണ്, ഈ കാണുന്നത് കാലക്സ് ആണ്, ഇവിടെ കാണുന്നത് കാലക്സ് ആണ്. അത് ഈ പോമഗ്രാനറ്റ് ആയി തീരുമ്പോൾ ഇത് ഇത്രത്തോളമേ ശേഷിക്കുന്നുള്ളൂ. അപ്പം ഇത് പറഞ്ഞിട്ട് അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പം നമ്മൾ ഈ വൃക്ഷത്തിൽ ഈ ഫലത്തിൽ നോക്കുമ്പോൾ ഈ പോമഗ്രാനറ്റിന് ഒരു ക്രൗൺ പോലെയാണ്. എന്ന് പറഞ്ഞാൽ തലയിൽ എങ്ങനെയാണോ നമ്മൾ ഒരു ക്രൗൺ വെച്ചാൽ അതുപോലെ ഇരിക്കും ഈ ഫലത്തിൽ നോക്കുമ്പോൾ ഈ കാലക്സ് നമുക്ക് തോന്നുന്നത്. അപ്പം അത് ശ്രദ്ധിക്കുക. അപ്പം ഈ ഫ്രൂട്ടിനെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ ക്രൗൺ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതിനെ കുറിച്ച് പറയാം, ഈ കാലക്സിനെ കുറിച്ച് പറയാം. അപ്പം നമുക്കിവിടെ ചിന്തിക്കാനുള്ള ആശയം എന്ന് പറയുന്നത് ഈ കാലക്സ് റെപ്രസെന്റ് ചെയ്യുന്നത് കപ്പിനെയാണ്. എന്ന് പറഞ്ഞാൽ കപ്പ് എന്ന് പറയുമ്പോൾ ക്രിസ്തു പറഞ്ഞു, ഞാൻ കുടിക്കാനിരിക്കുന്ന പാനപാത്രം നിങ്ങൾ കുടിക്കുന്നില്ല എങ്കിൽ നിങ്ങൾക്ക് ഉള്ളിൽ ജീവനില്ല, അല്ലെങ്കിൽ എന്റെ അനുയായികളാകാൻ സാധിക്കില്ല എന്നൊക്കെയും, അല്ലെങ്കിൽ നമ്മൾ വേറെ വിധത്തിൽ പറഞ്ഞാൽ കൂട്ടവകാശികളാകാൻ പറ്റുകയില്ല. ഈ പൊതുലോകത്തിന് അവരെ അനുഗ്രഹിക്കാനായുള്ള വേലയിൽ പങ്ക് ചേരാനായിട്ട് ആയി തീരുവാനായിട്ട് നമുക്ക് സാധിക്കില്ല എന്നൊക്കെയും പല വിധത്തിൽ നമുക്ക് പറയാൻ കഴിയും. അപ്പം അവിടെ ക്രിസ്തു പറഞ്ഞത്, ഞാൻ കുടിക്കാനിരിക്കുന്ന പാനപാത്രം കുടിക്കുന്നില്ല എങ്കിൽ എന്നിൽ അതിലൊരു പങ്കില്ല എന്നുള്ളതാണ്. അപ്പം ആ കപ്പനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പം ഈ കാലക്സ് അത് ഈ ഫ്ലവറിന്റെ ആയിരിക്കുമ്പോൾ അതൊരു കപ്പ് പോലെയാണ്. അപ്പം ഈ കപ്പ് അത് മച്യൂർ ആയി തീരുമ്പോൾ, അത് ഫുള്ളി വളർന്നു കഴിയുമ്പം അത് ഈ ഒരു ക്രൗണിന്റെ രൂപത്തിൽ മാത്രമേ ശേഷിക്കുന്നുള്ളൂ. അപ്പം ഇത് നമുക്ക് കാണിക്കാൻ അല്ലെങ്കിൽ ഇതിൽ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ ഒരുപക്ഷെ ചിന്തിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ ഫ്രൂട്ട് എന്തിനെ കാണിക്കുന്നു? നേരത്തെ സൂചിപ്പിച്ചിരുന്നു. എന്തായിരുന്നു ഫ്രൂട്ട് കാണിക്കുന്നത്? ക്രിസ്തുവിന്റെ റാൻസം പ്രൈസിന്റെ ഫലത്തെയാണ്. അപ്പം ക്രിസ്തു റാൻസമായി തീരാനായിട്ട് താൻ ഏറ്റെടുത്ത വേലയുടെ ഫലം, അതാണ് പോമഗ്രാനറ്റ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഫലമായി തീരുമ്പോൾ ക്രിസ്തുവിന്റെ ആ റാൻസം വേലയുടെ, വീണ്ടെടുപ്പിൻ വേലയുടെ ആ വേല അത് ഫലമായി തീരുമ്പോൾ ഈ തരത്തിൽ ഒരു ക്രൗൺ ആയി തീരും. എന്ന് പറഞ്ഞാൽ അത് ഫലമായി തീരണമെങ്കിൽ ഒന്നാമത് നമുക്ക് ഈ കപ്പ് എന്ന രൂപത്തിൽ നിന്ന് ക്രൗൺ എന്ന രൂപത്തിലായി തീരണം. അപ്പം കപ്പ് കാണിക്കുന്നത് കഷ്ടാനുഭവത്തെയാണ്. അപ്പം കഷ്ടാനുഭവത്തിൽ കൂടെ കടന്നു പോകുമ്പോൾ അപ്പോസ്തലൻ എങ്ങനെയാണ് പറയുന്നത്? നമ്മൾ ഇപ്പോൾ കഷ്ടം അനുഭവിച്ചാൽ എന്താണ് നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നത്? നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കുന്നത് ക്രിസ്തുവിനോടൊപ്പം നമുക്ക് ആ ഗ്ലോറിയും ഓണറും ഇമ്മോർട്ടാലിറ്റിയുമാണ്. അപ്പം ഈ ഒരു ആശയമാണ് നമുക്കിപ്പോൾ ഇവിടെ ഇതിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം നമുക്ക് ഈ പൊതുലോകവുമായുള്ള അവരുമായുള്ള ബന്ധത്തിൽ മറ്റൊരു ആശയവും നമുക്കിവിടെ ചിന്തിക്കാൻ സാധിക്കും. എന്ന് പറയുന്നത് ഈ പറയുന്നത് പോലെ ക്രിസ്തുവിന്റെ കപ്പും
അവരുടെ വീണ്ടെടുപ്പും ഉള്ളൊരു ബന്ധത്തെ സംബന്ധിച്ചാണ് അവർക്ക് വെളിപ്പെടുന്നത്. എങ്ങനെ? പൊതുലോകം അവർ പിന്നെ ഉയർത്തെഴുന്നേറ്റപ്പെടുമ്പോൾ, അവർ തിരിച്ച് ജീവനിലേക്ക് വരുമ്പോൾ, അവര് ക്രിസ്തുവിന്റെ ഗ്ലോറിയും ക്രിസ്തുവിന്റെ ആ ഇമ്മോർട്ടാലിറ്റിയിൽ, ആ ഡിവൈൻ നേച്ചറിൽ അവർക്ക് വെളിപ്പെടുമ്പോൾ, ശരിക്കും അവർക്ക് അതിൽ വെളിപ്പെടുന്ന വസ്തുത എന്ന് പറയുന്നത് അവരുടെ വീണ്ടെടുപ്പും ക്രിസ്തുവിന്റെ റാൻസവും തമ്മിലുള്ള ബന്ധത്തെ സംബന്ധിച്ചാണ്. അപ്പം ഈ ഒരു ആശയമാണ് നമുക്ക് ഇതിനോട് ചേർത്ത് ചിന്തിക്കാൻ കഴിയുന്ന മറ്റൊരു കാര്യമെന്ന് നമുക്കിവിടെ വെളിപ്പെടുന്നത്. അപ്പം ഇവിടെ ചില കാര്യങ്ങൾ നമ്മൾ ഈ സ്ലൈഡിൽ ചിന്തിച്ചു. ഒന്ന്, ഈ ഫലത്തെ സംബന്ധിച്ച്, അത് ഫലത്തിൽ ഈ ഒരു സീഡ് ഉണ്ട്, അതിനെ ചുറ്റിപ്പറ്റിയിരിക്കുന്ന ഈ റെഡ് കളറിലുള്ള ഫ്ലഷ് ഉണ്ട്. ഇത് റെപ്രസെന്റ് ചെയ്യുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമ്മൾ ചിന്തിച്ചു. അതിനുശേഷം നമ്മൾ ചിന്തിച്ച കാര്യം എന്ന് പറയുന്നത് ഈ കാലിക്സിനെ സംബന്ധിച്ചാണ്. കാലിക്സ് എന്ന് പറയുന്നത് ഈ പോമഗ്രാനറ്റിന്റെ പല സ്റ്റേജിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഭാഗമാണ്, ഒരു പാർട്ടാണ്. അപ്പം ഈ കാലിക്സ് എന്തിനെ കാണിക്കുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. അത് ഈ ഫ്ലവറിന്റെ ആ സ്റ്റേജിൽ, അത് കാണിക്കുന്നത് ക്രിസ്തു അനുഭവിച്ച അല്ലെങ്കിൽ ക്രിസ്തു കുടിച്ച ആ ഒരു കഷ്ടാനുഭവത്തിന്റെ പാനപാത്രമാണ്. അത് പോമഗ്രാനറ്റ് ആയി തീരുമ്പോൾ കാലിക്സ് ഒരു ക്രൗൺ ആയിട്ട് അവശേഷിക്കുന്നു. അപ്പം അത് കാണിക്കുന്നത് നമ്മൾ കഷ്ടം അനുഭവിച്ചാൽ, ക്രിസ്തുവിനോടൊപ്പം കഷ്ടം അനുഭവിച്ചാൽ നമുക്ക് ആ ഒരു ക്രൗൺ ലഭിക്കും എന്നുള്ള ആ ഒരു ആശയം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നു. എന്തെങ്കിലും ചോദ്യമുണ്ടോ അവിടെ? ഓക്കെ, അപ്പം ഈ അപ്പർ ബ്ലൂ റോബിനെ കുറിച്ച് നമുക്ക് അത്രയും ഉള്ളൂ എന്ന് ചിന്തിക്കാം. അപ്പം നേരത്തെ പറഞ്ഞു, നമ്മൾ ആദ്യമേ ചിന്തിച്ച കാര്യം, കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച കാര്യം ഈ വൈറ്റ് ലിനൻ റോബിനെ സംബന്ധിച്ചായിരുന്നു. ഇപ്പോൾ നമ്മൾ ചിന്തിച്ച് നിർത്തിയ കാര്യം ഈ കാണുന്ന ബ്ലൂ അപ്പർ റോബിനെ സംബന്ധിച്ചാണ്. ഇനിയും ഈ ഫാദ് എന്ന് നമ്മൾ പഠിക്കുന്ന കാര്യം അത് ഈ ബ്ലൂ റോബിന് മുകളിലായുള്ള ഈ റോബിനെ സംബന്ധിച്ചാണ്. അപ്പം ഈ റോബിനെ സംബന്ധിച്ചാണ് നമ്മൾ ഇനിയും ചിന്തിക്കുന്നത്. അതിന്റെ പേരാണ് ഈ ഫാദ്. അപ്പം അതിനെ സംബന്ധിച്ച് നമുക്ക് വായിക്കാം. പുറപ്പാട് 28-ാം അധ്യായത്തിന്റെ 5 മുതൽ 7 വരെ വാക്യങ്ങൾ. അതിന് പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞി നൂൽ എന്നിവ എടുക്കണം. പൊന്ന്, നീലനൂൽ, ധൂമ്രനൂൽ, ചുവപ്പ് നൂൽ, പിരിച്ച പഞ്ഞി നൂൽ എന്നിവ കൊണ്ട് നെയ്ത്തുകാരന്റെ ചിത്രപ്പണിയായി ഏഫോദ് ഉണ്ടാക്കണം. അതിന്റെ 2 അറ്റത്തോട് ചേർന്നതായി 2 ചുമൽക്കണ്ടം ഉണ്ടായിരിക്കണം. അങ്ങനെ അത് തമ്മിൽ ഇണച്ചിരിക്കണം. ഓക്കെ, അപ്പം ഇവിടെ നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യം, അല്ലെങ്കിൽ ഇനിയും ലുക്ക് ഫോർവേഡ് ചെയ്യാൻ, ഇനി മുമ്പോട്ട് പഠിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങൾ പറയുന്നത്, ഈ ഈഫോദ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നൂല്, അതിന്റെ കളറ് പല വിധത്തിലാണ്. ഇവിടെ പർപ്പിൾ കളറിലുള്ള നൂലുണ്ട്, ബ്ലൂ കളറിലുള്ള നൂലുണ്ട്, സ്കാർലറ്റ് അല്ലെങ്കിൽ റെഡ് കളറിലുള്ള നൂലുണ്ട്, പിന്നെ വൈറ്റ് ലിനൻ നൂലുണ്ട്, പിന്നെ ഗോൾഡ് ത്രെഡുകളുണ്ട് ഇതിനിടയ്ക്ക് ഇന്റർവോവ് ചെയ്യുന്ന. അപ്പം ഈ വിധത്തിൽ 5 തരം കളറിലുള്ള നൂല് ഉപയോഗിച്ചാണ് ഇവിടെ ഈ ഫാദ് ഉണ്ടാക്കുന്നത്. അപ്പം ഇതിനെ കുറിച്ച് നമുക്ക് കുറച്ച് കഴിയുമ്പോൾ ചിന്തിക്കാം. ഇനി അടുത്ത കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഇവിടെ ഈ ഫാദിന് 2 ഭാഗമുണ്ട്. അപ്പം
രണ്ട് ഭാഗം എന്ന് പറഞ്ഞാൽ ഇത് രണ്ടായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. അതിനെ കൂട്ടി യോജിപ്പിക്കുകയാണ് ഇത് ധരിക്കുമ്പോൾ ചെയ്യുന്നത്. അപ്പം രണ്ട് ഭാഗം എന്ന് പറയുമ്പോൾ ഇവിടെ ഈ മഹാപുരോഹിതന്റെ ഫ്രണ്ട് വശത്തായിട്ട് കാണുന്ന ഭാഗവും പിറകു വശത്തായിട്ട് കാണുന്ന ഭാഗവും. അപ്പം അങ്ങനെ ഈഫാദിന് രണ്ട് ഭാഗമുണ്ട്. രണ്ട് ഭാഗമുണ്ട്. അപ്പം ഇത് എന്തിനെ കാണിക്കുന്നു എന്ന് നമുക്ക് പിന്നെ ചിന്തിക്കാം. ഈ രണ്ട് ഭാഗം തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നത് ഈ ഷോൾഡറിൽ കൂട്ടി യോജിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഗോൾഡൻ ക്ലാസ്പ് കൊണ്ടാണ്. അപ്പം ഈ ഗോൾഡൻ ക്ലാസ്പ് കൊണ്ടാണ് രണ്ട് ഷോൾഡറുകളും ഉണ്ട്. അത് ഉപയോഗിച്ചാണ് ഈ പാദിന്റെ മുന്നിലത്തെ ഭാഗവും പിറകിലത്തെ ഭാഗവും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നത്. അപ്പം ഈ കാര്യങ്ങൾ ഇപ്പോൾ ശ്രദ്ധിക്കുക, ഓർത്തിരിക്കുക. നമുക്ക് അടുത്ത ചില സ്ലൈഡ് കൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. അപ്പം പറഞ്ഞു നിർത്തിയതുപോലെ ഈ പാദിന് രണ്ട് ഭാഗമുണ്ട്. ഇത് രണ്ടും വെവ്വേറെ കാര്യങ്ങളാണ് കാണിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ മുന്നിലത്തെ ഭാഗം കാണിക്കുന്നത് അബ്രഹാമിക് കവനന്റിനെയാണ്. അത് റെപ്രസെന്റ് ചെയ്യുന്നത് അബ്രഹാമിക് കവനന്റിനെയാണ്. ഈ പുറകിലത്തെ ഭാഗം കാണിക്കുന്നത് ന്യൂ കവനന്റിനെയാണ്. അപ്പം രണ്ടും കവനന്റുകളെയാണ് കാണിക്കുന്നത്. പക്ഷെ മുന്നിലത്തെ ഭാഗം കാണിക്കുന്നത് അബ്രഹാമിക് കവനന്റിനെയും പുറകിലത്തെ ഭാഗം കാണിക്കുന്നത് ന്യൂ കവനന്റിനെയുമാണ്. അപ്പം ഇതാണ് ഈ ഈഫാദിന്റെ രണ്ട് ഭാഗങ്ങൾ കാണിക്കുന്നത്. ഈ കവനന്റുകളെ കുറിച്ച് പറയുമ്പോൾ, ഈ രണ്ട് കവനന്റുകളെ കുറിച്ച് പറയുമ്പോൾ ഈ മുമ്പിലത്തെ ഭാഗം കാണിക്കുന്നതായിരിക്കുന്ന റെപ്രസെന്റ് ചെയ്യുന്ന ഈ ന്യൂ കവനന്റ്, അത് ക്രിസ്തു കാൽവരിയിൽ തന്റെ മരണം കൊണ്ട് അത് ഗ്യാരണ്ടി ചെയ്തു. നമുക്ക് അതിനെ സംബന്ധിച്ച് മത്തായി 26-ാം അധ്യായത്തിന്റെ 28-ാം വാക്യത്തിൽ വായിക്കാം. ് 26-28 എടുക്കുന്നവർക്ക് വായിക്കാം. ഇത് അനേകർക്ക് വേണ്ടി പാപമോചനത്തിനായി ചൊരിയുന്ന പുതിയ നിയമത്തിനുള്ള എന്റെ രക്തം. 1 കൊരിന്ത്യർ 10-ാം അധ്യായത്തിന്റെ 16-ാം വാക്യം. നാം അനുഗ്രഹിക്കുന്ന അനുഗ്രഹപാത്രം ക്രിസ്തുവിന്റെ രക്തത്തിന്റെ കൂട്ടായ്മയല്ലയോ? നാം നിർത്തുന്ന അപ്പം ക്രിസ്തുവിന്റെ ശരീരത്തിന്റെ കൂട്ടായ്മയല്ലയോ? അപ്പം വായിച്ചു കഴിയുമ്പോൾ ഓരോരുത്തരും മ്യൂട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഫീഡ്ബാക്ക് കിട്ടുന്നുണ്ട്. അപ്പം ഓരോരുത്തരും മ്യൂട്ട് ചെയ്യുക, മറന്നു പോകരുത്. ഓക്കെ. അപ്പം ഈ പുതിയ ഉടമ്പടി അല്ലെങ്കിൽ ന്യൂ കവനന്റ് എന്ന് പറയുന്നത് ക്രിസ്തു തന്റെ രക്തത്താൽ അത് ഗ്യാരണ്ടി ചെയ്തു എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഒരാശയം എന്ന് പറയുന്നത് അതിനോടൊപ്പം ചിന്തിക്കാനുള്ളത് പുതിയ സൃഷ്ടികൾ എന്ന നിലയിൽ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ സഭാംഗങ്ങൾ എന്ന നിലയിൽ, ക്രിസ്തുവിന്റെ ശരീരം എന്ന നിലയിൽ നമുക്കും ആ പുതിയ ഉടമ്പടിയുടെ ഗ്യാരണ്ടി ആയി തീരാനായിട്ട് ഒരു അവസരം, ഒരു പങ്ക് നമുക്കുമുണ്ട് എന്നതിനെ സംബന്ധിച്ച് മറ്റൊരു ആശയം നമുക്കിവിടെ ചിന്തിക്കാനുണ്ട്. അതിനെ സംബന്ധിച്ചാണ് നമ്മളിവിടെ 1 കൊരിന്ത്യർ വായിച്ചത്. അപ്പം നമ്മൾ ആ കാര്യവും ഇവിടെ ഓർക്കുക. നമുക്ക് എങ്കിലും അതിന്റെ ആ ഒരു ജനറൽ ആയിരിക്കുന്ന രീതിയിൽ നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ആ പുതിയ ഉടമ്പടി, ന്യൂ കവനന്റ് എന്ന് പറയുന്നത് ക്രിസ്തു കാൽവരിയിൽ തന്റെ മരണത്താൽ അത് ഗ്യാരണ്ടി ചെയ്തു എന്നുള്ളതാണ്. ഇനിയും അബ്രഹാമിക് കവനന്റിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് അത് as of now ഇതുവരെ അത് കംപ്ലീറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ അബ്രഹാമിക് കവനന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം കടൽക്കരയിലെ മണൽ പോലെയും
ആകാശത്തിലെ നക്ഷത്രം പോലെയുമാണ് എന്നുള്ളതാണ് ആ ഒരു തന്റെ ഏകജാതനായ ആ സീഡ് കൊണ്ട് സകല മനുഷ്യരും അനുഗ്രഹിക്കപ്പെടും എന്നുള്ളതാണ് അബ്രഹാമിക് കവനന്റ്. അപ്പം ഈ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ആകാശത്തിലെ നക്ഷത്രങ്ങളൊക്കെയും ഇതുവരെ പൂർണ്ണമായി തിരഞ്ഞെടുക്കപ്പെട്ടിട്ടില്ല എന്നുള്ള ആ ഒരു അതിന്റെ അടിസ്ഥാനത്തിൽ അബ്രഹാമിക് കവനന്റ് അത് പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു ആശയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ആ സ്പിരിച്വൽ സീഡ് അത് പൂർത്തീകരിക്കുമ്പോഴാണ് അബ്രഹാമിക് കവനന്റ് അത് പൂർത്തീകരിക്കുന്ന അല്ലെങ്കിൽ അത് ഫുൾഫിൽ ആകുന്ന നിലയിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ നമുക്ക് അടുത്ത സ്ലൈഡിൽ ചിന്തിക്കാം. പക്ഷെ ഇപ്പോൾ ജസ്റ്റ് ബേസിക് ആയിട്ട് അത്രയും മനസ്സിലാക്കി വെക്കുക. അപ്പം അബ്രഹാമിക് കവനന്റ് അത് ഇതുവരെ കംപ്ലീറ്റ് ആയിട്ടില്ല. അത് പക്ഷെ ദൈവത്തിന്റെ കാഴ്ചപ്പാടിൽ, സ്വർഗീയ പിതാവിന്റെ കാഴ്ചപ്പാടിൽ അത് താൻ മുൻകൂട്ടി കാണുന്നതിന്റെ അടിസ്ഥാനത്തിൽ അത് ആ ഒരു നിലയിൽ ദൈവം അതിനെ പൂർത്തീകരിച്ച നിലയിലാണ് കാണുന്നത്. പക്ഷെ അംഗങ്ങൾ തികയാത്തതിന്റെ അടിസ്ഥാനത്തിൽ അത് കവനന്റ് ഇതുവരെ കംപ്ലീറ്റ് ആകുന്നില്ല എന്ന നിലയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗലാത്യർ 3-ാം അധ്യായത്തിന്റെ 16-29 വാക്യങ്ങൾ വായിക്കാം. എന്നാൽ അബ്രഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ച് എത്രേ പറയുന്നത്, അത് ക്രിസ്തു തന്നെ. അപ്പം ഈ സന്തതി എന്ന് പറയുന്നത് ക്രിസ്തുവാണ്. ക്രിസ്തു എന്ന് പറയുന്നത് ആത്മീയമായി ചിന്തിക്കുമ്പോൾ ആത്മീയ സന്തതിയാണ്, അല്ലാതെ ഭൗമീയമായിരുന്ന അബ്രഹാമിന്റെ സന്തതി അല്ലായിരുന്നു. അപ്പം ആ നിലയിൽ ചിന്തിക്കുമ്പം ഇവിടെ ക്രിസ്തു എന്ന സന്തതിയിൽ അത് ഒരു നിലയിൽ പറയുമ്പോൾ ക്രിസ്തു എന്ന ആ കാൽവരിയിൽ മരിച്ച യേശു മാത്രമാണ് ആ ഒരു ഏക വ്യക്തിയാണ്. പക്ഷെ അതിൽ നമ്മൾ ഒരു വൈഡായ സെൻസിൽ ചിന്തിക്കുമ്പോൾ അതിൽ ഈ ചർച്ചകളും ഉൾപ്പെടുന്നതാണ് ആത്മീയമായ ആ സീഡ് എന്ന് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ് എന്ന് പറയുന്നത് ഈ രണ്ട് കവനന്റുകളും ഈ ഫാദർ റെപ്രസെന്റ് ചെയ്യുന്ന രണ്ട് കവനന്റുകളും അത് എവിടെയാണ് തൂങ്ങിക്കിടക്കുന്നത്? അത് മഹാപുരോഹിതന്റെ തോളത്താണ്, മഹാപുരോഹിതന്റെ ഷോൾഡറിലാണ് അത് തൂങ്ങിക്കിടക്കുന്നത്. അപ്പം ആ ഷോൾഡറിൽ അത് തൂങ്ങിക്കിടക്കുന്നില്ല എങ്കിൽ നിലത്ത് വീഴും. അപ്പം ഇത് കാണിക്കുന്നത് എന്തിനാണ്? ഈ രണ്ട് കവനന്റുകളും ഈ മഹാപുരോഹിതനിൽ ഡിപ്പെൻഡ് ചെയ്താണ് ഇരിക്കുന്നത്. എന്തിനു വേണ്ടി? ഈ രണ്ട് കവനന്റും അപ്ഹോൾഡ് ചെയ്യാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ വിവിധമായിരിക്കുന്ന വ്യവസ്ഥകൾ അത് അപ്ഹോൾഡ് ചെയ്യാനായിട്ട് ഈ മഹാപുരോഹിതനിൽ ഡിപ്പെൻഡ് ചെയ്താണ് ഈ രണ്ട് കവനന്റുകളും ഇരിക്കുന്നത്. അപ്പം മഹാപുരോഹിതൻ ഇല്ല എങ്കിൽ അതിനെ അപ്ഹോൾഡ് ചെയ്യാൻ, അതിനെ നിലനിർത്താനായിട്ട് മഹാപുരോഹിതൻ ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും അത് നിലം പരിചാവും. അപ്പം ആ ഒരു നിലയിലാണ് നമുക്ക് ഈ രണ്ട് കവനന്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ രണ്ട് കവനന്റും രണ്ട് സെപ്പറേറ്റ് ആയിരിക്കുന്ന തുണിയാണ്, അല്ലെ? ഈ എഫോദ് രണ്ട് ഭാഗമായാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം അതിനെ കൂട്ടി യോജിപ്പിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ ഈ ഗോൾഡൻ ക്ലാസ്പ് ആണ്. ഈ ഗോൾഡൻ ക്ലാസ്പ് കൊണ്ട് ഇതിനെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് അത് പിന്നെ മഹാപുരോഹിതന്റെ ഷോൾഡറിൽ അത് ഇടുന്നത്. അപ്പം ഈ ഗോൾഡൻ ക്ലാസ്പ് ഇല്ല എങ്കിൽ തീർച്ചയായിട്ടും മഹാപുരോഹിതന്റെ ഷോൾഡറിൽ ഇതിനെ വെക്കാൻ സാധിക്കത്തില്ല. അപ്പം ഈ ഗോൾഡൻ ക്ലാസ്പ് എന്തിനാണ് കാണിക്കുന്നത്? ഗോൾഡൻ ക്ലാസ്പ് ഇവിടെ കാണിക്കുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത് ഡിവൈൻ പവറിനെയാണ്. ദൈവത്തിന്റെ സ്വർഗീയമായിരിക്കുന്ന ആ ഡിവൈൻ പവറിനെയാണ് ഈ ഗോൾഡൻ ക്ലാസ്പ് കാണിക്കുന്നത്. അപ്പം ഈ രണ്ട് കവനന്റുകളും കൂട്ടി യോജിപ്പിക്കുന്നതും അതിനെ ഈ ഒരു മഹാപുരോഹിതനിൽ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം, അല്ലെങ്കിൽ മഹാപുരോഹിതന് അതിനെ
അപ്ഹോൾഡ് ചെയ്യാൻ തക്കവണ്ണം ആകുമാറാക്കുന്നത് ഈ ദൈവത്തിന്റെ സ്വർഗീയമായിരിക്കുന്ന ദൈവത്തിന്റെ ഡിവൈൻ പവർ ആണ്. അപ്പം ഇതാണ് ഈ ഗോൾഡൻ ക്ലാസ്പ് റെപ്രസെന്റ് ചെയ്യുന്നത്. Okay, any questions here? ഓക്കെ, ഇനിയും അടുത്തത് നമുക്ക് ചിന്തിക്കാനുള്ളത് എന്ന് പറയുന്നത് ഈ ഈഫാദ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന നൂലുകളുടെ വ്യത്യസ്തമായിരിക്കുന്ന കളറിനെ സംബന്ധിച്ചാണ്. അപ്പം നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇതിന് 5 തരം കളറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഒന്ന് സ്കാർലറ്റ് കളർ അല്ലെങ്കിൽ റെഡ് കളറിലുള്ള നൂല്, പിന്നെ വൈറ്റ് ലിനൻ നൂല്, ബ്ലൂ കളറിലുള്ള നൂല്, പർപ്പിൾ കളറിലുള്ള നൂല്, പിന്നെ ഗോൾഡിന്റെ ഈ ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന നൂല്. ഇപ്പം ഗോൾഡാണ് ഈ നൂല് ഉണ്ടാക്കാനായി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം ഈ വിധ നൂലുകൾ എന്തിനെ കാണിക്കുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പം ജനറൽ ആയിട്ട് പറയുമ്പം ഈ ഈഫാദ് ഉണ്ടാക്കാനായി ഉപയോഗിച്ചിരിക്കുന്ന ഈ നൂലുകൾ അത് കാണിക്കുന്നത് ഈ 2 കവനന്റുകളുടെ കണ്ടീഷൻസിനെയാണ്. ഈ 2 കവനന്റുകളുടെ കണ്ടീഷൻസിനെയാണ് ഈ നൂലുകൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഈ കണ്ടീഷൻസ്? നമുക്ക് അതിനെ കുറിച്ച് ചിന്തിക്കാം. ഈ സ്കാർലറ്റ് നൂല് എന്തിനെ കാണിക്കുന്നത്? എന്ത് കണ്ടീഷനെയാണ് സ്കാർലറ്റ് അല്ലെങ്കിൽ റെഡ് നൂല് കാണിക്കുന്നത്? റെഡ് നൂല് കാണിക്കുന്ന കണ്ടീഷൻ എന്ന് പറയുന്നത് മനുഷ്യരുടെ വീണ്ടെടുപ്പിനായിട്ട് ദൈവം അനുവദിച്ച അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന വിധം എന്ന് പറയുന്നത്, മാർഗം എന്ന് പറയുന്നത് ക്രിസ്തുവിന്റെ റാൻസം സാക്രിഫൈസ് ആണ്, ക്രിസ്തുവിന്റെ റാൻസം ബ്ലഡ് ആണ് എന്നുള്ള ആശയമാണ് നമുക്ക് ഈ റെഡ് നൂലിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം അതാണ് റെഡ് നൂല്. എന്തെങ്കിലും ചോദ്യം ഉണ്ടോ അവിടെ? ഓക്കെ, അപ്പൊ 2 കവനന്റിന്റെ കാര്യത്തിലും പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ 2 കവനന്റിന്റെയും വേലയ്ക്ക് അതിന്റെ വർക്കിന് ആധാരമായിരിക്കുന്നത് ക്രിസ്തുവിന്റെ രക്തമാണ് എന്നുള്ള കാര്യമാണ് നമുക്കിവിടെ ഈ ചുമപ്പ് നൂലിൽ കാണാൻ സാധിക്കുന്നത്. ഇനി അടുത്തത് വൈറ്റ് ലിനൻ നൂലാണ്, വെള്ള നൂല്. അതിനെ സംബന്ധിച്ച് നമുക്ക് ചിന്തിക്കാം. അപ്പം വെള്ള നൂല് എന്തിനെ കാണിക്കുന്നു? ഇത് കാണിക്കുന്നത് മനുഷ്യരെ ഈ 2 കവനന്റിന്റെയും അടിസ്ഥാനപ്പെടുത്തി, അല്ലെങ്കിൽ കവനന്റിന്റെ വേല എന്ന് പറയുന്നത് മനുഷ്യരെ ആ ഒരിക്കൽ നഷ്ടപ്പെട്ട ആ ഒരു വിശുദ്ധിയിലേക്ക്, ആ ഒരു നീതിയിലേക്ക് മനുഷ്യരെ റിസ്റ്റോർ ചെയ്യുക എന്നുള്ള ആ ഒരു വേലയാണ് 2 കവനന്റും നിറവേറ്റുന്നത് എന്നുള്ള കണ്ടീഷനാണ് നമുക്കിവിടെ വെള്ള നൂലിൽ കാണാൻ സാധിക്കുന്നത്. എന്തെങ്കിലും ചോദ്യം ഉണ്ടോ അവിടെ? ഓക്കെ, അടുത്തതായിട്ട് നീലനൂല്. നീലനൂല് എന്തിനെ കാണിക്കുന്നു? എന്ത് കണ്ടീഷനെയാണ് നീലനൂല് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത്? നീല എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ചിന്തിച്ചു, നീല എന്ന് പറയുന്നത് വിശ്വസ്തതയെ കാണിക്കുന്നു. അപ്പം മനുഷ്യരെന്ന നിലയിൽ അതിപ്പോൾ അബ്രഹാമിക് കവനന്റിന്റെ കീഴിൽ വരുന്ന ഈ സുവിശേഷ യുഗത്തിലുള്ളവരാണെങ്കിലോ, അല്ലെങ്കിൽ ഇനിയും പുതിയ കവനന്റ് എന്ന് പറഞ്ഞാൽ ന്യൂ കവനന്റിന്റെ കീഴിൽ വരുന്ന പൊതുലോകത്തിന്റെ കാര്യത്തിലാണെങ്കിലോ, ഈ 2 വ്യക്തികളുടെ അല്ലെങ്കിൽ 2 ഗ്രൂപ്പിന്റെ കാര്യത്തിലോ ആണെങ്കിൽ, ഇതിലേത് കാര്യത്തിലാണെങ്കിലും ആ ഗ്രൂപ്പുകളിൽ അടങ്ങുന്ന വ്യക്തികളുടെ അവർക്ക് വിശ്വസ്തരായി തീരുവാൻ തക്കവണ്ണം, അവരുടെ വിശ്വസ്തതയെ അവർക്ക് നിറവേറ്റുവാൻ തക്കവണ്ണം മതിയായ സഹായവും മതിയായ എബിലിറ്റി എന്ന് പറഞ്ഞാൽ കഴിവ് ദൈവം അവർക്ക് പ്രോമിസ് ചെയ്യുന്നു എന്നുള്ള ആശയമാണ് ഇവിടെ നീലനൂല് കാണിക്കുന്നത്. ഒരിക്കലൂടെ പറയാം,
നീലനൂലിവിടെ കാണിക്കുന്നത് ഈ രണ്ട് കവനന്റിന്റെയും കീഴിൽ വരുന്നവർക്ക് ദൈവം പ്രോമിസ് ചെയ്തിരിക്കുന്ന സഹായവും കഴിവും എന്തിനു വേണ്ടിയുള്ള സഹായമാണ്? വിശ്വസ്തരായിരിക്കുവാൻ, ആ കവനന്റിനോട് വിശ്വസ്തരായിരിക്കുവാൻ തക്കവണ്ണം ആവശ്യമായിരിക്കുന്ന സഹായവും കഴിവും ദൈവം പ്രോമിസ് ചെയ്യുന്നു എന്നുള്ള ആ ഒരു ആസ്പെക്ട്, ആ കവനന്റിന്റെ കണ്ടീഷനെയാണ് ഈ നീലനൂല് വെളിപ്പെടുത്തുന്നത്. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ അവിടെ? ഓക്കെ, ഇനി അടുത്ത നൂല് പർപ്പിൾ നൂല്. പർപ്പിൾ നൂല് എന്ന് പറയുന്നത് ഈ കവനന്റിനെ സംബന്ധിച്ച് എന്ത് കണ്ടീഷൻ ആണ് അത് റെപ്രസെന്റ് ചെയ്യുന്നത്. പർപ്പിൾ എന്ന് പറയുന്നത് നമുക്കറിയാം റോയൽ കളറാണ്. അതൊരു രാജാവിന്റെ അല്ലെങ്കിൽ രാജകീയമായിരിക്കുന്ന ഒരു കളറാണെന്ന് പറയുന്നു എന്നത് നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പം ഇതിനോട് അനുബന്ധപ്പെടുത്തി പർപ്പിൾ നൂൽ എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് ഈ കവനന്റിന്റെ നിറവേൽപ്പിനായിട്ട്, അത് നിറവേറ്റാനായിട്ട് ദൈവത്തിന്റെ രാജ്യം, അതിന്റെ അധികാരത്തിൽ ഇരിക്കുന്ന ആ രാജകീയ പദവി അല്ലെങ്കിൽ രാജകീയ പവർ, അതിന്റെ വേല ഈ രണ്ട് കവനന്റിന്റെയും നിറവേൽപ്പിന് വേണ്ടിയാണെന്നുള്ള ആശയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം ഒരിക്കലൂടെ പറയാം, ഈ പർപ്പിൾ നൂല് ഇവിടെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ ദൈവത്തിന്റെ രാജകീയ ആ ഒരു രാജകീയമായിരിക്കുന്ന പദവിയുടെ പവർ, അത് ഈ രണ്ട് കവനന്റുകൾ നിറവേറ്റാനായി ആണ് ദൈവം പ്രവർത്തിക്കുന്നത്. അപ്പം ഈ ഒരു ആശയമാണ് നമുക്ക് ഇവിടെ പർപ്പിൾ നൂലിൽ കാണാൻ സാധിക്കുന്നത്. എന്തെങ്കിലും ചോദ്യം ഉണ്ടാറ്? ഓക്കെ, അവസാനമായിട്ട് ഗോൾഡ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന നൂല്. അപ്പം ഇതെന്തിനെ കാണിക്കുന്നു? ഈ രണ്ട് കവനന്റുകളുമായുള്ള ബന്ധത്തിൽ ഈ ഗോൾഡ് കൊണ്ട് ഉണ്ടാക്കിയിരിക്കുന്ന നൂല് കാണിക്കുന്നത് ഈ മുകളിൽ പറഞ്ഞ 4 നൂലുകൾ കാണിക്കുന്ന ബ്ലെസ്സിങ്സ് ഒക്കെയും അല്ലെങ്കിൽ ഈ കവനന്റിന്റെ കണ്ടീഷൻസ് ഒക്കെയും അത് സാധ്യമാകുന്നത് ഈ അഭിഷേകം ലഭിച്ചിരിക്കുന്ന മഹാപുരോഹിതന്റെ ഡിവൈൻ പവറിന്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ള ആശയമാണ് ഇവിടെ കാണുന്നത്. അപ്പം ഈ അഭിഷേകം ഏറ്റിരിക്കുന്ന മഹാപുരോഹിതന്റെ ആ ഡിവൈൻ പവറിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുകളിൽ ചിന്തിച്ച 4 ബ്ലെസ്സിങ്സും നമുക്ക് ഇവിടെ സാധ്യമാകുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പം ഈ ഒരു വസ്തുതയാണ് നമുക്കിവിടെ ഈ ഗോൾഡ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന നൂലിൽ കാണാൻ സാധിക്കുന്നത്. എന്തെങ്കിലും ചോദ്യം ഉണ്ടാണ്? ഓക്കെ, അപ്പം ടാബർനാക്കിൾ ബുക്കിൽ പറയുന്നത് പോലെ ഈ രണ്ട് കവനന്റുകളും ദൈവം യഹോവ എന്താണ് ചെയ്തിരിക്കുന്നത്? മനുഷ്യരുമായുള്ള ആ അല്ലെങ്കിൽ മനുഷ്യരെ കൺസേൺ ചെയ്യുമ്പോൾ, മനുഷ്യരെ കുറിച്ച് പറയുമ്പോൾ മനുഷ്യരുമായുള്ള ആ ഒരു ബന്ധത്തിൽ ഈ രണ്ട് കവനന്റുകളും യഹോവ ഇത് തീർച്ചയായിട്ടും ഇതിനെ വഹിക്കുവാൻ തക്കവണ്ണം, ഇതിനെ ധരിക്കുവാൻ തക്കവണ്ണം, അതിനെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണം കഴിവുള്ള ഈ മഹാപുരോഹിതന്റെ തോളത്താണ് ദൈവം അതിനെ ചാർത്തിയിരിക്കുന്നത് എന്നുള്ള ഈ ഒരു ആശയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം പറഞ്ഞു, ഈ ഈഫോദ് ഇത് ധരിച്ചിരിക്കുന്ന മഹാപുരോഹിതനാണ്, പക്ഷെ ധരിക്കുമാറാക്കുന്നത് ഇതിന്റെ രണ്ട് ഭാഗത്തെയും കൂട്ടി യോജിപ്പിക്കുന്ന ഈ ഗോൾഡൻ ക്ലാസ്പ് ആണ്. അപ്പം ഈ ക്ലാസ്പ് ഇല്ല എങ്കിൽ ഈ കവനന്റ് തോളിൽ ധരിക്കാൻ സാധിക്കത്തില്ല. അപ്പം
ആ ആശയത്തെ സംബന്ധിച്ചാണ് നമ്മൾ ഇപ്പോൾ അവസാനമായി ചിന്തിച്ചത്. അപ്പം യഹോവ ഈ രണ്ട് കവനന്റുകളും വഹിക്കുവാൻ തക്കവണ്ണം ഈ മഹാപുരോഹിതന്റെ തോളിൽ ചാർത്തിയിരിക്കുന്നത് യഹോവയാണ് എന്നുള്ള ആ ഒരു ആശയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഇനിയും അടുത്ത പോയിന്റിലേക്ക് വരുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച കാര്യമാണ് ഈ അബ്രഹാമിന്റെ സീഡിനെ സംബന്ധിച്ച്. അബ്രഹാമിന്റെ സീഡിനെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം അതിന് രണ്ട് വശങ്ങളുണ്ടെന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു എർത്ത്ലി സീഡ് ഉണ്ട്, അതുപോലെ തന്നെ ഹെവൻലി സീഡ് ഉണ്ട് എന്ന് പറയുന്നു. അപ്പം സ്വർഗീയമായിരിക്കുന്ന ഒരു സീഡും പിന്നെ ഭൗമികമായിരിക്കുന്ന ഒരു സീഡും ഉണ്ട് എന്നുള്ള ആശയം നമുക്ക് ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പം മനുഷ്യരുടെ പൊതുലോകത്തിനെ അനുഗ്രഹിക്കാനുള്ള വേളയിൽ അബ്രഹാമിന്റെ രണ്ട് സീഡിനും ഒരു പങ്കുണ്ട് എന്നത് അപ്പോസ്തലന്റെ വാക്കുകളിൽ നമുക്ക് ഗലാത്യർ 4-ാം അധ്യായം 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ കാണാൻ സാധിക്കും. പക്ഷെ അപ്പോസ്തലൻ തന്നെ അവിടെ വെളിപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ യഥാർത്ഥമായിരിക്കുന്ന സീഡ് എന്ന് പറയുന്നത് സ്പിരിച്വൽ സീഡാണ് എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ സ്വർഗീയമായിരിക്കുന്ന സീഡാണ് യഥാർത്ഥമായിരിക്കുന്ന സകല മനുഷ്യരെയും അനുഗ്രഹിക്കുന്ന സീഡ് എന്നത് നമുക്ക് അപ്പോസ്തലന്റെ വാക്കുകളിൽ തന്നെ വായിക്കാം. ഗലാത്യർ 4-ാം അധ്യായത്തിന്റെ ഇത് ഗലാത്യർ 4-ാം അധ്യായത്തിന്റെ 22 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്ന വാക്യം ഏതാണെന്ന് ഞാൻ നോക്കട്ടെ, ഒരു മിനിറ്റ്. ഇത് മുഴുവനും വായിക്കണമെന്നില്ല. അപ്പം ഗലാത്യർ 30-ാം വാക്യം വായിക്കാം. തിരുവെഴുത്ത് എന്തു പറയുന്നു? ദാസിയെ മകനെയും പുറത്താക്കി കളക. ദാസിയുടെ മകൻ സ്വതന്ത്രയുടെ മകനോട് കൂടെ അവകാശിയാകുകയില്ല. ഓക്കെ, അപ്പം നമ്മൾ ദാസികളെ സംബന്ധിച്ച് മുമ്പ് ഇവിടെ ആൻഡിച്ചൻ വരെ ആൻഡിച്ചൻ സഹോദരൻ തന്നെ എടുത്ത ക്ലാസ്സിൽ നമ്മൾ ചിന്തിച്ച കാര്യങ്ങളാണ് ദാസികളെ സംബന്ധിച്ചും കവനന്റുകളെ സംബന്ധിച്ചും. അപ്പം ഇവിടെ ഫ്രീ വുമൻ എന്ന് പറയുന്നത് സാറായെ കാണിക്കുന്നു. ഫ്രീ വുമൻ കാണിക്കുന്ന റെപ്രസെന്റ് ചെയ്യുന്ന കവനന്റ് അബ്രഹാമിക് കവനന്റ് ആണ്. അപ്പം അതിന്റെ സ്പിരിച്വൽ സീഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതാണ് ട്രൂ സീഡ് എന്നത്. അപ്പം ഇവിടെ ഇതിനെ സംബന്ധിച്ച് നമുക്ക് മറ്റൊരു അല്ലെങ്കിൽ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു വാക്യം എന്ന് പറയുന്നത് റോമർ 11-ാം അധ്യായത്തിന്റെ 26 മുതൽ 29 വരെയുള്ള വാക്യങ്ങൾ. നമുക്കത് വായിക്കാം. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. വിടുവിക്കുന്നവൻ സിയോനിൽ നിന്ന് വരും. അവൻ യാക്കോബിൽ നിന്ന് അഭക്തിയെ മാറ്റും. ഞാൻ അവരുടെ പാവങ്ങളെ നീക്കുമ്പോൾ ഇത് ഞാൻ അവരോട് ചെയ്യുന്ന നിയമം എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ.
സുവിശേഷം സംബന്ധിച്ച് അവർ നിങ്ങൾ നിമിത്തം ശത്രുക്കൾ, തെരഞ്ഞെടുപ്പ് സംബന്ധിച്ചോ പിതാക്കന്മാർ നിമിത്തം പ്രിയന്മാർ. ദൈവം തന്റെ കൃപാവരങ്ങളെയും വിളിയെയും കുറിച്ച് അനുഗമിക്കുന്നില്ലല്ലോ. ഓക്കെ, അപ്പം നമുക്കിവിടെ എന്താണ് കാണാൻ സാധിക്കുന്നത്? നമുക്കിവിടെ കാണാൻ സാധിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഈ സ്പിരിച്വൽ സീഡ്, യഥാർത്ഥമായിരിക്കുന്ന സീഡ് ആദ്യമേ ഈ എർത്ത്ലി സീഡിനെ അനുഗ്രഹിക്കണം എന്നാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം എന്ന് പറയുന്നത് ഈ എർത്ത്ലി സീഡും അവരോടൊപ്പം അസോസിയേറ്റ് ലേബറേഴ്സ് എന്ന് പറഞ്ഞാൽ കൂടെ വേല ചെയ്യുന്നവരായി തീരാനുള്ള അവസരം അവർക്ക് ലഭിക്കുമെന്നുള്ള കാര്യമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പം സ്പിരിച്വൽ ഇസ്രായേൽ ആണ് ഇവിടെ യഥാർത്ഥമായിരിക്കുന്ന സീഡ് എന്നുള്ള ആശയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഏതെങ്കിലും ചോദ്യങ്ങളോ കമന്റ്സോ ഉണ്ടോ? ഓക്കെ, അപ്പം ഇന്നത്തെ പാഠം നമുക്ക് അവിടെ കൊണ്ട് പൂർത്തീകരിച്ചു. നമുക്കൊന്ന് പെട്ടെന്ന് റീക്യാപ്പ് ചെയ്യാം, റിവ്യൂ ചെയ്യാം ഇന്ന് പഠിച്ച കാര്യങ്ങൾ. നമ്മൾ മെയിനായിട്ട് 2 വസ്തുതയെ സംബന്ധിച്ചാണ് ഇന്ന് പഠിച്ചത്. ഒന്നാമത്തെ പാഠം എന്ന് പറയുന്നത് ഈ നീല അങ്കിയെ സംബന്ധിച്ചായിരുന്നു, അപ്പർ ബ്ലൂ റോബ്. അപ്പം ഈ നീല അങ്കിയെ സംബന്ധിച്ച് 3 കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് പഠിച്ചത്. നീല അങ്കി എന്തിനെ കാണിക്കുന്നു? മഹാപുരോഹിതന്റെ വിശ്വസ്തതയെ കാണിക്കുന്നു. ഇനിയും ഈ നീല അങ്കിയിൽ കാണുന്ന പോമഗ്രാനറ്റ് അത് എന്തിനെ കാണിക്കുന്നു? Faithful performance of the Redeemer's work or sacrifice. പോമഗ്രാനറ്റ് എന്ന് പറയുന്നത് ഒരു ഫ്രൂട്ട് ആണ്. അപ്പം ഈ മഹാപുരോഹിതന്റെ വീണ്ടെടുപ്പുകാരൻ എന്നുള്ള വേലയിൽ തന്റെ വിശ്വസ്തതയിൽ നിന്നുളവായ ആ ഫലത്തെ കാണിക്കുന്നു എന്നുള്ള ആശയമാണ് നമുക്ക് പോമഗ്രാനറ്റിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ അവസാനമായിട്ട് നമ്മൾ ചിന്തിച്ച കാര്യം ഗോൾഡൻ ബെല്ലിനെ സംബന്ധിച്ചാണ്. അതെന്തിനെ കാണിക്കുന്നു? മഹാപുരോഹിതന് ഗ്ലോറിയിലും ബ്യൂട്ടിയിലും വരുമ്പോ അവന്റെ ആ സാക്രിഫിഷ്യൽ വർക്ക് എല്ലാവർക്കും മാനിഫെസ്റ്റ് ചെയ്യുന്ന അതിന്റെ ആ ഫലത്തെ പറ്റി കാണിക്കുന്നു. അപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവിടെ പൊതുലോകത്തിന് ക്രിസ്തു ആണ് അവർക്ക് വീണ്ടെടുപ്പുകാരനായിരുന്നത് എന്നുള്ള ആ വസ്തുതയിലേക്ക് അവരുടെ ശ്രദ്ധയെ തിരിക്കും എന്നുള്ള വസ്തുതയാണ് ഇവിടെ നമുക്ക് ഗോൾഡൻ ബെല്ലിൽ കാണാൻ സാധിക്കുന്നത്. അപ്പം ഗോൾഡൻ ബെല്ല് ഗോൾഡ് കാണിക്കുന്നത് ക്രിസ്തുവിന്റെ ആ ഡിവൈൻ ഇമ്മോർട്ടൽ നേച്ചറിനെയാണ്. അപ്പം ആ വസ്തുതയിൽ ക്രിസ്തുവിന്റെ ആ ഡിവൈൻ നേച്ചറിൽ ഈ പൊതുലോകത്തിന് വെളിപ്പെടുമ്പോൾ ക്രിസ്തു ആ ഒരു വെളിപ്പെടുത്തൽ അവരുടെ ശ്രദ്ധ തിരിക്കുന്നത് ഈ ഒരു വസ്തുതയിലേക്കാണ് എന്നുള്ള ആശയമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഇനി രണ്ടാമതായി നമ്മൾ പഠിച്ച കാര്യം ഈഫോദിനെ സംബന്ധിച്ചാണ്. ഈഫോദ് നമുക്ക് അവിടെ മെയിനായിട്ട് 3 കാര്യങ്ങളാണ് ചിന്തിക്കാൻ അവിടെ ഉണ്ടായിരുന്നത്. ഒന്നാമത് അത് ഉണ്ടാക്കാൻ ഉപയോഗിച്ചിരുന്ന നൂലുകൾ, അതിന് പലവിധ കളറുകൾ ഉണ്ടായിരുന്നു. അപ്പം നൂല് ആദ്യമേ തന്നെ കാണിക്കുന്നത് എന്തിനെയാണ്? നൂല് ഉണ്ടാക്കാൻ ഉപയോഗിച്ച നൂല് കാണിക്കുന്നത് ഈ 2 കവനന്റിന്റെയും കണ്ടീഷൻസിനെ കാണിക്കുന്നു. അപ്പം ഈഫാദ് 2 ഭാഗമായാണ് തിരിച്ചിരിക്കുന്നത്. അപ്പം ഈ 2 ഭാഗങ്ങൾ കാണിക്കുന്നത് ഈ കവനന്റിന്റെ
അല്ലെങ്കിൽ രണ്ട് കവനന്റിനെയാണ്. ഫ്രണ്ടിലത്തെ ഭാഗം കാണിക്കുന്നത് അബ്രഹാമിക് കവനന്റിനെയും അതിന്റെ പിറകിലത്തെ ഭാഗം കാണിക്കുന്നത് പുതിയ ഉടമ്പടിയെയുമാണ്. പിന്നെ ഈ ഗോൾഡൻ ക്ലാസ്പ് ഇതിനെ കൂട്ടി യോജിപ്പിച്ച് ഈ ഷോൾഡറിൽ അതിനെ ഹാങ് ചെയ്യാനായിട്ട് അതിനെ പ്രാപ്തനാക്കുന്ന ഈ ഗോൾഡൻ ക്ലാസ്പ് കാണിക്കുന്നത് ഈ ദൈവത്തിന്റെ ഡിവൈൻ പവറിനെയാണ്. അപ്പം ദൈവത്തിന്റെ ഡിവൈൻ പവറാണ് ഈ രണ്ട് ഉടമ്പടിയെയും മഹാപുരോഹിതന് വഹിക്കുവാൻ തക്കവണ്ണമാക്കുന്നത്. അപ്പം അതാണ് നമുക്ക് അവിടെ കാണാൻ സാധിക്കുന്ന ആശയം. പിന്നെ ഈ നൂലുകൾ കാണിക്കുന്നത് എന്തിനെയാണ്? പർപ്പിൾ നൂല് എന്തിനെ കാണിക്കുന്നു? രാജകീയ അധികാരം. നമുക്ക് ഈ നൂലുകളെ കുറിച്ച് ചിന്തിക്കുമ്പം ഓർക്കുക, ഇത് ഈ രണ്ട് കവനന്റുമായി ബന്ധപ്പെടുത്തിയാണ് നമുക്ക് ഇവിടെ അടങ്ങിയിരിക്കുന്ന ആശയങ്ങൾ. അപ്പം രാജകീയ അധികാരം എന്നൊക്കെയും പറയുമ്പോൾ അത് ഈ രണ്ട് കവനന്റുകൾ അതിന്റെ നിറവേൽപ്പിന് വേണ്ടി പ്രവർത്തിക്കുന്ന രാജകീയ അധികാരത്തെയാണ് ഇവിടെ പർപ്പിൾ നൂല് വെളിപ്പെടുത്തുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നീല നൂല് കാണിക്കുന്നു രണ്ട് കവണന്റിനും അതിനകത്ത് ഉള്ള പങ്ക് അല്ലേ? പങ്കെന്ന് കോപ്പറേറ്റിംഗ് ഉദ്ദേശിക്കുന്നത് രണ്ട് കവണന്റിനും അതിനകത്തുള്ള പങ്കിനെ കാണിക്കാനല്ലേ? ഇവിടെ കോഓപ്പറേഷൻ നടക്കുന്നത് ഈ കിങ്ഡത്തിന്റെ റോയൽ പവറിന്റെ ഭാഗത്തു നിന്നാണ്. എന്ന് പറഞ്ഞാൽ അതായത് ആത്മീയ സന്തതിക്കും ഭൗമിക സന്തതിക്കും ഉള്ള പങ്കാളിത്തം അതിനകത്ത് വരുന്നതിന് കാണിക്കുന്നു. അപ്പൊ ഈ രണ്ട് കവനന്റും നിറവേറ്റാനായിട്ട് സ്വർഗീയമായിരിക്കുന്ന ആ ദൈവത്തിന്റെ രാജ്യത്തിന്റെ അധികാരത്തിലിരിക്കുന്ന വശങ്ങളൊക്കെയും കൂട്ടി യോജിച്ച് പ്രവർത്തിക്കുന്നതിനെ കാണിക്കുന്നു. അപ്പം ഇപ്പോൾ ഈ അബ്രഹാമിക് കവനന്റിന്റെ പൂർത്തീകരണത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോൾ ക്രിസ്തു മാത്രമാണ്, യേശു മാത്രമാണ്. അപ്പം ആ നിലയിൽ നമുക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാം. പക്ഷേ പൊതുലോകത്തിന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ അവർ കീഴിൽ വരുന്ന പുതിയ ഉടമ്പടിയെ കുറിച്ച് പറയുമ്പോൾ അതിന്റെ നിറവേൽപ്പിനായിട്ട് പ്രവർത്തിക്കുന്നത് ദൈവത്തിന്റെ രാജ്യത്തിന്റെ രണ്ട് വശവുമുണ്ട്. അപ്പം ഈ ഒരു ആശയത്തിൽ നമുക്ക് ഈ രണ്ട് ഉടമ്പടിയെ കുറിച്ചും പറയുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ദൈവത്തിന്റെ രാജ്യത്തിന്റെ സകല അധികാരവും ഈ രണ്ട് ഉടമ്പടിയുടെയും നിറവേൽപ്പിന് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള ആ ഒരു ആശയമാണ് നമുക്കിവിടെ പർപ്പിൾ നൂലിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ബ്ലൂ നൂല് എന്തിനെ കാണിക്കുന്നു? നീല നൂല് വിശ്വസ്തതയെ കാണിക്കും. അപ്പം ഈ ഉടമ്പടിയുടെ കീഴിൽ വരുന്നവർക്ക് വിശ്വസ്തനായിരിക്കുവാൻ തക്കവണ്ണം ദൈവം പ്രോമിസ് ചെയ്യുന്ന സഹായവും കഴിവുമാണ് ഈ നീല നൂല് കാണിക്കുന്നത്. ഓക്കെ, അപ്പം അടുത്ത നൂലിനെ കുറിച്ച് പറയുമ്പോൾ ഇത് ഈ ചുമപ്പ് നൂല് എന്തിനെ കാണിക്കുന്നു? മറുവില മുഖാന്തരമുള്ള ദൈവത്തിന്റെ വീണ്ടെടുപ്പ്. അപ്പം ഈ രണ്ട് ഉടമ്പടിയുടെയും അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന വീണ്ടെടുപ്പിന് കാരണമായി തീരുന്നത് ക്രിസ്തുവിന്റെ മറുവിലയാണ് എന്നുള്ള ആശയമാണ് നമുക്കിവിടെ ഈ ചുമപ്പ് നൂല് കാണാൻ സാധിക്കുന്നത്. ഇനിയും അടുത്ത നൂല് വെള്ള നൂല് എന്തിനെ കാണിക്കുന്നു? Restoration of man to his original purity. യഥാസ്ഥാന ഒറിജിനൽ പ്യൂരിറ്റിയിലോട്ട്
മനുഷ്യനെ യഥാസ്ഥാനപ്പെടുത്തുന്ന പ്യൂരിറ്റി കാണിക്കുന്നു. അപ്പം ആ വേലയാണ് മനുഷ്യവർഗത്തിന്റെ ആദിമ നിർമ്മലതയിലേക്ക് അവനെ യഥാസ്ഥാപനം പുനഃസ്ഥാപിക്കുന്നതിനെയാണ് കാണിക്കുന്നത് അല്ലെ? അപ്പൊ പറഞ്ഞതുപോലെ തന്നെ ആ വേലയാണ് ഈ രണ്ട് കവനന്റുകളും നിറവേറ്റുന്നത് എന്നുള്ള ആശയമാണ് നമുക്ക് വെള്ളനൂലിൽ കാണാൻ സാധിക്കുന്നത്. ഇനിയും അവസാനമായിട്ട് സ്വർണ്ണ നൂല് എന്തിനെ കാണിക്കുന്നു? മുകളിൽ പറയുന്ന അനുഗ്രഹങ്ങളൊക്കെ ചെയ്യാനായിട്ട് ഒരു അഭിഷിക്തനായ പുരോഹിതന് നൽകപ്പെടുന്ന ദിവ്യശക്തി. അപ്പം അതാണ് നമുക്കിവിടെ സ്വർണ്ണ നൂലിൽ കാണാൻ സാധിക്കുന്നത്, ആ ആശയമാണ്. അപ്പം ഈ വിധ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിച്ചത്. ഇന്ന് ചിന്തിച്ചതായിരിക്കുന്ന പാഠങ്ങളിൽ നിന്ന് എന്തെങ്കിലും ചോദ്യങ്ങളോ അഡീഷണൽ കമന്റ്സോ ഉണ്ടോ?